കുമ്പളങ്ങ അത്ര നിസ്സാരക്കാരനല്ല. ദഹനക്കേടും അസിഡിറ്റിയും പമ്പ കടത്തും. ദഹന പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? അതിനുള്ള പരിഹാരം നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട്. ദഹനക്കുറവ്, അസിഡിറ്റി, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയറ്റ് ശ്രദ്ധിക്കുക എന്നതാണ്. ദഹനത്തിന് യോജിക്കുന്ന തരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അങ്ങനെ ഒന്നാണ് കുമ്പളങ്ങ. ദഹനത്തെ സഹായിക്കുന്ന ലയിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് കുമ്പളങ്ങ. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം, ഹെമറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ദഹനക്കേട് കുറയ്ക്കാനും അതുവഴി വൻകുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. കൂടാതെ കുമ്പളങ്ങയിൽ ഏകദേശം 96% വെള്ളമാണ്. ഇത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കും. അസിഡിറ്റി, നെഞ്ചരിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്കും കുമ്പളങ്ങ മികച്ച പ്രതിവിധിയാണ്. കാർബോഹൈഡ്രേറ്റും കലോറിയും കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് മികച്ച തെരഞ്ഞെടുപ്പാണ് കുമ്പളങ്ങ. ഇതിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കൂടുതൽ സമയം വയറ് നിറഞ്ഞതായി തോന്നുകയും വിശപ്പ് അകറ്റി നിർത്തുകയും ചെയ്യും. കുമ്പളങ്ങയിൽ വിറ്റാമിൻ B3 അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നിങ്ങളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് പറ്റിയ മികച്ചൊരു ഭക്ഷണമാണിത്. കുമ്പളങ്ങ ജ്യൂസിന് ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിലൂടെ ഷുഗറും കുറയ്ക്കും. അതിനാൽ പ്രമേഹ രോഗികൾ കുമ്പളങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അയൺ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ക്ഷീണവും തളർച്ചയുമുള്ളവർ കുമ്പളങ്ങ കഴിക്കണം. ഇതിലെ അയൺ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അതിനാൽ വിളർച്ചയും അനീമിയയും അകറ്റാൻ വളരെ നല്ലതാണിത്. കറി വെച്ചും ജ്യൂസാക്കിയുമെല്ലാം കുമ്പളങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നതും ചെറിയ കഷ്ണങ്ങളാക്കി ലഘുഭക്ഷണമായി കഴിക്കുന്നതും നല്ലതാണ്. ഇതിനു പുറമെ ചോറിനും ചാറുകറിയായും മറ്റ് കറികളിൽ ചേർത്തുമെല്ലാം കുമ്പളങ്ങ കഴിക്കാം.